പത്രോസ് ചെയ്തതാവട്ടെ അവിശ്വസ്തതയാണ്. അവനെപ്പോഴും അവൻ്റെ മാനുഷികമായ തലത്തിൽ തന്നെ ഉള്ളതാണ്. വഞ്ചന ചെയ്യുന്നത് മാനുഷികമല്ല. എന്നാൽ അവിശ്വസ്തത കാണിച്ചു പോകുന്നത് പ്രലോഭനങ്ങളിൽ വീണു പോകുമ്പോൾ, അല്ലെങ്കിൽ പൈശാചികമായ പീഡകൾ ഉണ്ടാകുമ്പോൾ അവിശ്വസ്തരായി പോകുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ്. സർവശക്തനായ ദൈവം ഈ ഒരു തിരിച്ചറിവുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. വഞ്ചന എന്താണെന്നും അതുപോലെ തന്നെ അവിശ്വസ്തത എന്താണെന്നും, അല്ലെങ്കിൽ അതിൽ താഴ്ന്ന ഗ്രേഡിലുള്ള പാപങ്ങൾ ഏതൊക്കെയാണെന്നും തിരിച്ചറിയാനുള്ള കൃപ നമുക്ക് ഉണ്ടായിരിക്കണം. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പാപത്തിൻ്റെ ക്രമത്തെക്കുറിച്ച്, പാപത്തിൻ്റെ തിന്മയുടെ ഇരുട്ടിൻ്റെ ക്രമത്തെക്കുറിച്ച് തിരിച്ചറിയാനുള്ള വിഷയം കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.